കണ്ണൂർ കൂടക്കുളത്ത് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ചതിനെ ചൊല്ലി നിയമസഭയിൽ വാക്പോര്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ തുറക്കരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ. പോലീസിന് ഭയമാണ് സർ. പോലീസിന് അങ്ങ് പറഞ്ഞല്ലോ റെയ്ഡ് നടത്തും, പിടിക്കും. എവിടെ റെയ്ഡ് നടത്തി? എവിടെ വാഹന പരിശോധന നടത്തി? അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാലോ. ഇപ്പോൾ പറമ്പിൽ ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ, എഴുതി വെക്കാൻ പറഞ്ഞൊരു ബോർഡ്, ചില വീടിന് മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ, ഇല്ലെങ്കിൽ പാവങ്ങൾ മരിക്കും. കണ്ണൂരിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ സണ്ണി ജോസഫ് MLA കുറ്റപ്പെടുത്തി. കൊല്ലപ്പെട്ട വേലായുധന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോംബ് നിർമ്മാണം തടയാനും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. ബോംബ് നിർമ്മാണത്തിന്റെ ചരിത്രം പറയിപ്പിക്കരുതെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർച്ച ചെയ്യുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടത്തുന്നതാണ്. ആ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, കണ്ണൂരിലെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ അക്രമ രാഷ്ട്രീയം, ബോംബ് നിർമ്മാണം അടക്കം സഭയിൽ എന്ന് ചർച്ചയ്ക്കെടുത്താലും തീവാറുന്ന ചർച്ചയാണ് നടക്കാറുള്ളത്. ഇന്നും അത് തന്നെ സംഭവിച്ചല്ലോ അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ വിഷയവും ഇന്ന് സഭയിൽ തീവാറുന്ന ചർച്ചയ്ക്കും വാക്പോരിനും കാരണമായി, സഭയിൽ ബഹളത്തിനത് കാരണമായി. ഇന്നലെയാണ് കണ്ണൂർ തലശ്ശേരി എരിഞ്ഞോളിയിൽ വയോധികൻ ഈ ബോംബ് പൊട്ടി മരിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ആ വിഷയം ഇന്ന് തന്നെ പേരാവൂർ MLA സണ്ണി ജോസഫ് സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയായിരുന്നു. ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. തലശ്ശേരിയിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും തെളിവ് നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി തന്നെ കണ്ണൂരിൽ ഇത് ആവർത്തിക്കുന്നുവെന്ന് പറയുന്നുണ്ടെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പോലും സണ്ണി ജോസഫ് ഒരു ഘട്ടത്തിൽ ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ടായി. മുഖ്യമന്ത്രി അതിന് മറുപടി നൽകി. ചരിത്രം പറയാനാണെങ്കിൽ അത് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് പറയണം. ആദ്യത്തെ ബോംബ് ആക്രമണം എന്തായിരുന്നു എന്ന് തുടങ്ങണമെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. അതുമുതൽ DCC ഓഫീസിൽ വിവിധതരം ബോംബ് പ്രദർശിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് ആരാണ് ചെയ്തതെന്നൊക്കെ ഓർക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന നടക്കും, കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ചരിത്രം പറഞ്ഞ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന രീതിയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്തുടർന്നത്. അദ്ദേഹം ചോദിച്ചത് ഏത് യുഗത്തിലാണ് CPM-കാർ ജീവിക്കുന്നത്, സർക്കാർ അല്ലെങ്കിൽ പ്രതിനിധികൾ ജീവിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം അദ്ദേഹം പറയുന്നത്, ഈ സംഭവം ഉണ്ടായപ്പോൾ നാട്ടുകാർ ഓടിക്കൂടിയ വിഷയമൊക്കെ ഇതിനകത്ത് വന്നു. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? കുടിൽ വ്യവസായം പോലെ കണ്ണൂരിൽ എല്ലായിടത്തും ഈ ബോംബ് നിർമ്മാണമുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോലും ബോംബ് ഉപയോഗിക്കുന്നു എന്ന വിമർശനവും അദ്ദേഹം നടത്തി. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പക്കൽ ഈ ബോംബ് പൊട്ടി മരിച്ചവരുടെയും അതിൽ പരിക്കേറ്റവരുടെയും ഒക്കെ പട്ടികയുണ്ട് എന്ന വിമർശനവും അദ്ദേഹം നടത്തി. തീവാറുന്ന വാക്പോര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഈ പ്രതിപക്ഷത്തിന്റെ നിരയിൽ നിന്ന് ബഹളം ഉയർന്നപ്പോൾ അദ്ദേഹം സച്ചിൻ ദേവ് MLA ലാക്കാക്കി ഒരു വിമർശനവും നടത്തി. അദ്ദേഹം പറഞ്ഞത് ട്രാൻസ്പോർട്ട് ഡ്രൈവറെ തടഞ്ഞു വെച്ച കാര്യമല്ല താൻ പറയുന്നതെന്ന വിമർശനം പോലും അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അത്തരത്തിൽ തീവാറുന്ന വാക്പോരുണ്ടായി. എന്താണെങ്കിലും ഈ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.